നമ്മുടെ കേരളത്തിലെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ, അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അവർ ഈ രാസലഹരിയിൽ അത്രയധികം അവർ അതിനകത്തങ്ങ് പരന്ന് കിടക്കുകയാണ് എന്ന് വേണം പറയുവാനായിട്ട്. അത് നമുക്ക് നൽകുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ അച്ഛന്മാരും അമ്മമാരും അല്ലെങ്കിൽ പെങ്ങന്മാരുമൊക്കെ നമ്മുടെ സഹോദരന്മാരെയും ചേട്ടന്മാരെയും അനുജന്മാരെയും ഒക്കെ നെഞ്ചോട് ചേർക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതിന് ഏത് തരത്തിലുള്ള എത്ര ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും, പെഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു 3-ാം ക്ലാസ്സിനൊക്കെ മുകളിലേക്ക് പോകുന്ന കുട്ടികളെ നമ്മൾക്കിപ്പോൾ ആ ഒരു പ്രത്യേക രീതിയിലേക്ക് നോക്കിക്കാണേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ കേരള സമൂഹം എത്തിയിരിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായും സ്പഷ്ടമായുമുള്ള ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ എനിക്കത് പറയാൻ തന്നെ എനിക്ക് ലജ്ജയുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മാതാപിതാക്കന്മാരുടെ ഒപ്പമാണ് നമ്മൾ കിടക്കുക. സാധാരണമാണ് നമ്മുടെ വീടുകളിൽ. നമ്മുടെ കേരളീയ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ കിടക്കുക എന്നുള്ളത് ഓക്കെയാണ്. അപ്പോൾ ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ റീസെൻ്റ്ലി വിതിൻ 1 or 2 months ആയിട്ടേ ഉള്ളൂ, അവൻ്റെ അമ്മയുടെ കൂടെയാണ് 7-ാം ക്ലാസ്സിൽ എന്നൊരു കൊച്ചാണ്, അമ്മയുടെ കൂടെയാണ് എല്ലാ ദിവസവും കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അമ്മയ്ക്ക് മകൻ കൂടെ കിടക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം, മക്കൾ നമ്മുടെ കൂടെ കിടക്കുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസവും നമുക്ക് തോന്നാഴുകയില്ല, നമുക്കുണ്ടാകുകയുമില്ല. പക്ഷേ ആ കുട്ടി അമ്മയുടെ കൂടെ കിടക്കുമ്പോഴേക്കും അവൻ സാധാരണ തൻ്റെ അമ്മയോട് ഇടപഴകുന്ന രീതിയിലേക്കല്ല രാത്രികളിൽ അമ്മ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഒരു പരിധിക്ക് ശേഷം അവൻ്റെ കൈകളുടെയും മറ്റുമുള്ള ചില സ്ഥാനചലനങ്ങൾ എനിക്ക് പറയാൻ തന്നെ ലജ്ജയാണ്. ഇത് ഒരു സംഭവമല്ല. ഒരു 6-ാം ക്ലാസ്സുകാരൻ്റെയും 8-ാം ക്ലാസ്സുകാരൻ്റെയും 7-ാം ക്ലാസ്സുകാരൻ്റെയും സ്വന്തം മാതാവിൻ്റെ കൂടെ കിടക്കുന്ന കുട്ടിക്കും സ്വന്തം സഹോദരിയുടെ കൂടെ കിടക്കുന്ന കുട്ടിക്കുമൊക്കെ ഇത്തരത്തിലേക്ക് സംഭവിക്കുന്നത് നമുക്കിപ്പോൾ വളരെ വ്യക്തമായിട്ട് കൗൺസിലിങ്ങിലും മറ്റുള്ള സ്ഥലത്തുമൊക്കെ ഈ പുറത്തേക്ക് വരുന്നതായ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെയുമല്ല, നമുക്കിപ്പോൾ കാണുന്ന വലിയ മറ്റൊരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ആങ്ങളമാരുടെ, അതായത് ചെറിയ കുട്ടിയാണെങ്കിലും, അതായത് 13-കാരനും ചേച്ചി 14-കാരിയാണെങ്കിലും, അല്ലെങ്കിൽ ചേട്ടൻ 14-കാരനും ചേച്ചി അനിയത്തി 13-കാരിയുമാണെങ്കിലും ആ രീതിയിലേക്കുള്ള ഒരു പ്രത്യേകം നോക്കിക്കാണുകയും അത് അങ്ങനെ ഗർഭവതികളാകുന്ന സഹോദരിമാരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. എല്ലാ അമ്മമാരും എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ഇതിനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളുടെ എല്ലാ രീതിയിലും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ നല്ല സ്കൂളിൽ അയക്കുകയും അവർ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ മാത്രം പോരാ, അവരുടെ A to Z കാര്യങ്ങൾ ഒരു അമ്മ എന്ന നിലയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ധാരാളം കടമകളും കർത്തവ്യങ്ങളും നമുക്കുണ്ട്. അതൊരിക്കലും നമ്മൾ മറന്നു പോകാതിരിക്കുക. അതിന് ആ രീതിയിലേക്ക് പോയാൽ മാത്രമേ നമ്മുടെ കേരള സമൂഹത്തിലെ മാതാപിതാക്കൾക്ക് മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു വലിയ കെണിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്തലിലൂടെയാണ് ട്രാവൽ ബിസിനസ് സത്യം തേടിയുള്ള യാത്രയെ ഞാൻ പറയുന്നത്. ദയവായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക.